പത്തനംതിട്ട കോയിപ്രത്ത് കൂടുതൽ ആളുകൾ മർദ്ദനത്തിനിരയായോ എന്ന സംശയത്തിൽ പോലീസ് ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂവെന്നും പോലീസ്. ശ്രീരാജ് ബാബുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീരാജ്, കൂടുതൽ പേർ ഈ ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തിലാണോ പോലീസ്? എന്താണ് പുതിയ വിവരം? അരുണ്യ, അങ്ങനെ തന്നെയാണ്. നിലവിൽ ഈ കൂടുതൽ ദൃശ്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാം പ്രതിയും രശ്മിയുടെ ഭർത്താവുമായ ജയേഷിന്റെ മൊബൈൽ ഫോണിലും കൂടുതൽ ദൃശ്യങ്ങളുണ്ട്. എന്നാൽ ഇവ ലോക്ക് ചെയ്ത നിലയിലാണ്. സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ ഇവ വീണ്ടെടുക്കലാണ് പോലീസ്. ഈ ദൃശ്യങ്ങളിലാണ് കൂടുതൽ ആളുകൾ പെട്ടിട്ടുള്ളതായി പോലീസ് നിലവിൽ സംശയിക്കുന്നത്. അങ്ങനെ കൂടുതൽ ആളുകൾ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ ഉണ്ട് എങ്കിൽ കേസിന്റെ സ്വഭാവം തന്നെ മാറും. നിലവിൽ ഇതിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ ദൃശ്യങ്ങളിലേക്ക് ഉൾപ്പെട്ടാൽ അത് മറ്റൊരു തരത്തിലേക്ക് സ്വാഭാവികമായും മാറും. എന്തായാലും അതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് നിലവിൽ പോലീസിന്റെ ശ്രമം. അതായത് റാന്നി, ആലപ്പുഴ സ്വദേശികളായ രണ്ടുപേരായിരുന്നു ഇതുവരെ ഈ കേസിന്റെ ഭാഗമായി മർദ്ദനമേറ്റവരായിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ റാന്നി സ്വദേശി പോലീസിനോട് നടത്തിയ വെളിപ്പെടുത്തൽ, പിന്നീട് രണ്ടാമത്തെ ആൾ ആലപ്പുഴ സ്വദേശിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ പോലീസിന് സംശയം കൂടുതൽ ആളുകളും ഈ ജയേഷിന്റെയും രശ്മിയുടെയും ക്രൂരകൃത്യത്തിന് ഇരയായിട്ടുണ്ടോ എന്നതാണ്. അത് വ്യക്തമാകണമെങ്കിൽ ജയേഷിന്റെ ഫോണിലുള്ള ദൃശ്യങ്ങൾ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. പലതവണ അന്വേഷണ സംഘം ആവർത്തിച്ച് ഫോണിന്റെ ലോക്ക് അഴിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ജയേഷോ രശ്മിയോ ഇത് സമ്മതിച്ചിരുന്നില്ല, പാസ്വേഡ് പറഞ്ഞു നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഇതിൽ കൂടുതൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം നിലവിൽ എന്തായാലും ഇപ്പോൾ ആലപ്പുഴ സ്വദേശിയായ യുവാവിനെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കൂടുതൽ മൊഴിയെടുപ്പ് നടത്തിയിരുന്നു അല്പസമയം മുൻപ്. ആദ്യഘട്ടത്തിൽ ഇവർ വ്യക്തമായ മൊഴി നൽകുകയോ അല്ലെങ്കിൽ തെറ്റായ മൊഴി നൽകുകയോ ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് വീണ്ടും വിശദമായ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇത് മുന്നോട്ടുള്ള അന്വേഷണത്തിന് കൂടുതൽ സഹായകമാകുമെന്നാണ് നിലവിൽ അന്വേഷണ സംഘം കരുതുന്നത്. അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.